all, welcome back to my channel. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും അതിൻ്റെ ആ ഒരു ജേർണി എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇതിനിടയിൽ ബ്രേക്സ് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അത് നമ്മുടെ ഹെൽത്ത് വൈസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ മാരേജോ അത് റിലേറ്റഡ് കാര്യങ്ങൾ. അപ്പൊ ബ്രേക്ക് ഒരു 2-3 ഇയേഴ്സ് ഒക്കെ ബ്രേക്ക് വരാം. അല്ലെങ്കിൽ ഒരു 1 മന്ത് തന്നെ പഠിത്തത്തിനിടയിൽ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഡൗട്ട്സ് ആണ് നമ്മുടെ മൈൻഡിൽ വരിക. അയ്യോ, ഇനി ഞാൻ എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യും, ഒരു ബ്രേക്ക് വന്നല്ലോ, എല്ലാം ഞാൻ മറന്നുപോയി. ആ ഒരു റുട്ടീൻ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് റിവിഷൻ ഒക്കെ ബ്രേക്ക് ആവുകയാണ്. അപ്പൊ എല്ലാം മറന്നു പോയല്ലോ എന്നൊരു തോട്ട് നമുക്ക് വരും. ആക്ച്വലി നമ്മുടെ ബ്രെയിനിന് നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും കപ്പാസിറ്റി ഉള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ഇതുപോലെ പഠനത്തിൽ 1 മന്ത് തൊട്ട് എത്ര ഇയേഴ്സ് ഗ്യാപ്പ് വന്നാലും ശരി, നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മടിച്ചു നിൽക്കാതെ റീസ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതിനു മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതിന് കുറച്ച് ടിപ്സ് ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ഫ്യൂച്ചർ വീഡിയോസ് കിട്ടണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഷെയറും കൂടെ ഒന്ന് ചെയ്യാം. അപ്പൊ നമുക്ക് ഡിലേ ചെയ്യാതെ വേഗം വീഡിയോയിലേക്ക് പോവാം. ഏതൊരാളും വലിയൊരു ഗ്യാപ്പിന് ശേഷം പഠിത്തം റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കൺസിഡർ ചെയ്യുക ഒരു ബ്ലാങ്ക് സ്ലേറ്റ് ആയിട്ടാണ്. സെൽഫ് ഡൗട്ട് എന്തായാലും നമുക്ക് ഉണ്ടാവും. അപ്പം അത് മാറ്റി വെച്ചിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത്, BSc, SSC, UPSC, RRB, ഏത് എക്സാം ആണെങ്കിലും അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഏതെങ്കിലും ഒന്ന് സംഘടിപ്പിക്കുക. അതിനുശേഷം ഒരു OMR ഷീറ്റ് എടുത്തിട്ട് നിങ്ങൾ പ്രോപ്പർ ഒരു എക്സാമിന്റെ ടൈം ഒക്കെ സെറ്റ് ചെയ്തിട്ട് എക്സാം എഴുതുക. ഇനി ടൈം സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, നിങ്ങൾ നെർവസ് ആണെങ്കിൽ ടൈം സെറ്റ് ചെയ്യണ്ട, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ OMR ഷീറ്റ് എടുത്ത് പ്രോപ്പർ ഒരു എക്സാം എഴുതുന്ന ഒരു ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് എക്സാം എഴുതുക. ടൈം എത്ര വേണം നിങ്ങൾ എടുക്കുക. മാത്സിനൊക്കെ ചിലപ്പം പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് അപ് ടു യു. എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്പർ ഓഫ് ആൻസേഴ്സ് അറ്റൻഡും നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സും നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യും. നമ്മൾ നെഗറ്റീവിന്റെ സൈഡിലേക്ക് പോകുന്നേ ഇല്ല. ബിക്കോസ് നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നെഗറ്റീവ് എപ്പോഴാണ് വരിക, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം പക്ഷെ പ്രോപ്പർ ആയിട്ട് അറിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ റിവിഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് പ്രോപ്പർ ആയിട്ട് അറിയില്ല. അപ്പൊ എന്തായാലും നെഗറ്റീവ് വരും. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എത്ര നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി, നമ്മൾ എത്ര അറ്റൻഡ് ചെയ്തു, എത്ര കറക്റ്റ് ആൻസേഴ്സ് ഉണ്ട്, അത് നോക്കുന്നതിലൂടെ നമ്മുടെ കോൺഫിഡൻസ് ആക്ച്വലി ബൂസ്റ്റ് ആവുക ചെയ്യുന്നത്. അതുവരെ നമ്മൾ എന്താ വിചാരിച്ചത്, നമുക്കൊന്നും അറിയില്ല, ഒന്നും ഓർമ്മയില്ല എന്ന് വിചാരിച്ചൊരു ലെവലിന് ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റിയല്ലോ അല്ലെ, ഇത്രയൊക്കെ എനിക്ക് അറിയാം, ഇത്ര ക്വസ്റ്റ്യൻസ് എനിക്ക് ഫെമിലിയർ ആണെന്ന് പറയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് അവിടെ ബൂസ്റ്റ് ആവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ പഠിത്തം ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതായത് സ്ലോ ഇൻ ദ സെൻസ്, ഞാൻ പറഞ്ഞത് നമ്മൾ ഒരുപാട് ബേർഡൻ കൊടുക്കാതെ. അതിനു മുന്നേ നമ്മൾ ഒരു ഡെയിലി 8 to 9 hours ഒക്കെ പഠിച്ച ഒരാളായിരിക്കും. പക്ഷെ ഇപ്പം അല്ല, കാരണം നമ്മളൊക്കെ ഒരു ബ്രേക്ക് വന്നു, നമ്മുടെ റുട്ടീനിൽ ഒരു ചേഞ്ച് വന്നു, ബ്രേക്ക് വന്നു, സിറ്റുവേഷൻ മാറിയിട്ടുണ്ടാവാം. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മിനിമം ഒരു 2 hours അല്ലെങ്കിൽ 3 hours അത് മാത്രം മാക്സിമം നമ്മൾ കൊടുക്കുക. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വീക്ക് അങ്ങനെ ഫോളോ ചെയ്യുക. ഒരു 2 hours 1 week ഫോളോ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വീക്കിലേക്ക് ചാടുന്ന സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ 3 hours അല്ലെങ്കിൽ 4 hours ചെയ്യുക. അങ്ങനെ സ്ലോലി അത് പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുവരിക. സ്റ്റാർട്ട് സ്ലോ, എന്നിട്ട് പ്രോഗ്രസ് അതിന് കൊണ്ടുവരിക. പഠിക്കുന്ന സമയത്ത് എല്ലാ സബ്ജക്ട്സും എല്ലാവർക്കും ഒരുപോലെ ഈസി ആവണമെന്നില്ല, ഡിഫിക്കൽട്ട് ആവണമെന്നില്ല. ചില സബ്ജക്ട്സ് നമുക്ക് ഈസി ആയിരിക്കും, ചിലത് നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പം നിങ്ങൾ ഇതുപോലെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബിഗിനർ ആണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഡെഫിനറ്റ്ലി വൈസായിട്ട് സബ്ജക്ട്സ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബോർഡമും പിന്നെ കോൺസെൻട്രേഷൻ കിട്ടാത്ത പ്രശ്നമൊക്കെ നമുക്ക് എന്തായാലും ഒരു പരിധി വരെ മാറ്റി നിർത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി സ്റ്റഡി മെത്തേഡ്സ് ആണ്. കാരണം ഈ നമുക്ക് ആ ഒരു പഠിത്തത്തിന്റെ ബ്രേക്ക് ഒക്കെ വന്നതുകൊണ്ട് തന്നെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ഈ പൊമോഡോറോ ടെക്നിക്, സാദ് ടെക്നിക്, ഫെയ്മൻ ടെക്നിക്, ഇങ്ങനത്തെ കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്സ് ആണ്. ഞാൻ ആക്ച്വലി ഫെയ്മൻ ടെക്നിക്കാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ പ്രൊഫഷണൽ ഒരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. പൊമോഡോറോ ബോറടിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഞാൻ ചെയ്തു നോക്കാറുണ്ട്. ബിക്കോസ് അത് ഒരുപാട് ടൈം കോൺസെൻട്രേഷൻ നിൽക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി
അടുത്ത കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രസ്റ്റ് ഇൻ ദ പ്രോസസ്സ്. അതായത് ഇത് ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മൾ മുന്നേ ഒരുപാട് പഠിക്കും, പെട്ടെന്ന് പഠിച്ചു തീരുന്ന ഒരാളാണ്, പെട്ടെന്ന് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്, കോൺസെൻട്രേഷൻ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഇപ്പൊ അതിൽ ബ്രേക്ക് വന്നു. ആ ഒരു കാര്യം നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. ആ പ്രോസസ്സ് ടൈം എടുത്തിട്ടേ നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച്. ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നതാണ് സേ നോ ടു നെഗറ്റിവിറ്റി. അത് ഏത് തരം നെഗറ്റീവ് തോട്ട് ആണെങ്കിലും നെഗറ്റീവ് പീപ്പിൾ ആണെങ്കിലും ഇങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ലൈഫിൽ, എസ്പെഷ്യലി ഇതെന്ന് പറയുന്നത് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടൈമാണ്. യെസ്, ഓഫ് കോഴ്സ്. നമുക്ക് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ നിങ്ങൾ പഠനം റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പീരിയൻസും നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.